പ്രതികാരം ചെയ്യുമെന്ന് വലിയ വായിൽ ഭീഷണി മുഴക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലിന്റെ അടുത്ത വൻ തിരിച്ചടി ഭയന്ന് കനത്ത ജാഗ്രതയിലാണ് നിലവിൽ ഇറാൻ. എപ്പോൾ വേണമെങ്കിലും ഇറാനുമേൽ ഇസ്രയേൽ അടുത്ത പണി നടത്തുമെന്ന വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തു വരുന്നത്. തങ്ങളുടെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖൊമൈനിയുടെ ഖബറടക്കത്തിന് പിന്നാലെ ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ രൂക്ഷമായിട്ടുള്ള ഭീഷണിയുമായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രംഗത്ത് വന്നിരുന്നു. ഈ കൊലപാതകം ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാനാകില്ലെന്നും അമേരിക്കയ്ക്കും ഇസ്രയേലിനും തക്കതായിട്ടുള്ള മറുപടി നൽകുമെന്നുമാണ് IRGC കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇറാന്റെ ഈ വെറും വാക്കുകളെ ഒട്ടും മുഖവിലയ്ക്കെടുക്കാതെ അവർക്ക് അതിശക്തമായിട്ടുള്ള താക്കീതുമായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് തന്നെ ഇപ്പോൾ നേരിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. വീണ്ടും ഒരു സംഘർഷത്തിന് ഇറാൻ മുതിർന്നാൽ മുമ്പത്തെക്കാൾ വലിയ ശക്തിയോടെ ഇസ്രയേൽ സേന തിരിച്ചടിക്കുമെന്നും ആവശ്യമെങ്കിൽ ഇറാനിൽ മൂന്നാമതൊരു വൻ ആക്രമണത്തിന് ഇസ്രയേൽ പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി അവസാനമാണ് ഇസ്രയേൽ അമേരിക്കൻ സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഖൊമൈനി കൊല്ലപ്പെട്ടത്. തങ്ങളുടെ ഏറ്റവും വലിയ നേതാവിനെ നഷ്ടപ്പെട്ടിട്ടും വലിയ പ്രസ്താവനകൾ ഇറക്കുന്നതിനപ്പുറം ഇസ്രയേലിന്റെയോ അമേരിക്കയുടെയോ നേതൃനിരയെ ഒന്ന് തൊടാൻ പോലും ഇറാന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതേസമയം ഇറാന്റെ നേതൃനിരയിൽ ഒരു വലിയ ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. ഇതിന്റെ നിരാശയിലാണ് ഇപ്പോൾ ഭീഷണികളുമായി IRGC രംഗത്തു വരുന്നത്. ഇതിനിടയിൽ ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള പോരും മുറുകുകയാണ്. ഇറാനെതിരെ അമേരിക്ക പുതിയ വ്യോമാക്രമണങ്ങൾ നടത്തിയപ്പോൾ പശ്ചിമേഷ്യയിലെ US സഖ്യരാജ്യങ്ങളായിട്ടുള്ള അറബ് രാഷ്ട്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാൻ ഇതിനോട് പ്രതികരിച്ചത്. എന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ, വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ നിലവിലുള്ള വെടിനിർത്തൽ കരാർ ഇല്ലാതാക്കിയെന്നും ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ യുദ്ധം രൂക്ഷമാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് അറിയിപ്പ് നൽകി കഴിഞ്ഞു. ചുരുക്കത്തിൽ സ്വന്തം നേതാക്കളെ സംരക്ഷിക്കാൻ പോലും ആകാതെ പ്രതികാര പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുന്ന ഇറാൻ പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ്. വാക്കുകൊണ്ടല്ല, മറിച്ച് പ്രവൃത്തി കൊണ്ടാണ് ഇസ്രയേൽ മറുപടി നൽകുന്നത്. അതുകൊണ്ട് തന്നെ വീരവാദം മുഴക്കുമ്പോഴും ഇസ്രയേലിന്റെ അടുത്ത അടി എവിടെ നിന്നായിരിക്കുമെന്ന ഭയത്തിൽ കനത്ത ജാഗ്രതയിലാണ് നിലവിൽ ഇറാൻ ഭരണകൂടം. ന്യൂസ് ഡെസ്ക് മലയാളം.